നമുക്ക് കിട്ടുന്ന ഓരോ അനുഭവങ്ങളും നമ്മള് ദൈവത്തെ അറിയുന്നതിന് വേണ്ടി എന്ന പോലെ തന്നെയാണ് മറ്റുള്ളവരെ അറിയിക്കുന്നതും, അല്ലേ? അതെ അതെ അതെ. അത് ഞാനിപ്പോ ഒരു കാര്യം പ്രാർത്ഥിച്ചപ്പോ ഇപ്പൊ ചിലപ്പോ ഈ ചെറിയ പ്രാർത്ഥനയായിരിക്കും. ചെറിയ പ്രാർത്ഥന, അത് സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചപ്പോഴേക്കും ആ പ്രാർത്ഥനയുടെ ആ കൃപ കൊണ്ട് ദൈവം ഇടപെട്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് വിഷമിച്ചോ സങ്കടപ്പെട്ടോ ഒക്കെ ഈ പ്രാർത്ഥന ചൊല്ലിക്കോ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പ്രാർത്ഥനയാണ് എന്ന് പറയും. അപ്പൊ ഒന്നും അറിയാത്ത ഒരു വ്യക്തിക്ക് അതൊരു കച്ചിത്തിരുമ്പാണ്, അല്ലെ? പിടിവള്ളിയാണ്. അങ്ങനെ ആദ്യം ആ പ്രാർത്ഥന വഴി ദൈവകൃപ സ്വീകരിക്കുക. അപ്പൊ ആ വ്യക്തിക്ക് അനുഭവമുണ്ട്, നല്ല ഉറപ്പുണ്ട്. അപ്പൊ കൊടുത്ത വ്യക്തിക്ക് നല്ല ഉറപ്പുണ്ട്, ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല്. അങ്ങനെയാണ് എല്ലാ പ്രാർത്ഥനകളും പ്രചരിക്കപ്പെടുന്നത് കൂടുതൽ, അല്ലെ? ഉടമ്പടി, ഈ കൃപാസനത്തിലെ ഉടമ്പടികളൊക്കെ അങ്ങനെയാണ് ഇത്രയും മാത്രം ആളുകളിലേക്ക് എത്തപ്പെട്ടത്. കാരണം ഓരോരുത്തർ ചെയ്തു, അത് ടെസ്റ്റ് മണി കിട്ടി, അത് പ്രചരിപ്പിച്ചു. അങ്ങനെ വരുമ്പോഴേക്കും ആളുകൾക്ക് ഒരു ആകർഷണം കിട്ടുന്നുണ്ട്. അപ്പോ ഈ മറിയം പറഞ്ഞ കാര്യങ്ങളിലേക്ക് ആകർഷണം വരുന്നത് മറിയത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് വരാനല്ല, ദൈവത്തെ കുറിച്ചുള്ള അറിവിലേക്ക് വരാനാണ് മറിയം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? മറിയം ഒരു കാര്യമേ മനുഷ്യരോട് റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ, അന്നും എന്നും. എന്താണ്? അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന്, അല്ലെ? ഒരു റിക്വസ്റ്റ് അല്ലാതെ വേറെ ഒന്നും അമ്മ ഈ ലോകത്തോട് പറയുന്നില്ല. അവൻ പറയുന്നത് എന്താണോ അത് ചെയ്യുക. ഇത് പക്ഷേ അനുഗ്രഹം പ്രാപിക്കാൻ വരുന്നവര് അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുമ്പോ പുറകെ പോകേണ്ട അവസ്ഥയാണ്. മക്കളെ അവൻ പറഞ്ഞത് ചെയ്തോ എന്ന് ചോദിച്ച് പുറകെ പോവാം. പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല, നമ്മള് കിട്ടിയതും കൊണ്ട് പോകും വീട്ടില്, അല്ലേ? സാധാരണ മനുഷ്യർ അങ്ങനെ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനവന്റെ ആവശ്യത്തിന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഓടും. പക്ഷെ ദൈവത്തിന് കൊടുക്കേണ്ട ആ ഒരു പ്രയോറിറ്റി കുറയുന്നതനുസരിച്ച് എന്ത് പറ്റും? ഈ ദൈവത്തിനെ കുറിച്ചുള്ള അതായത് ഇന്ന് രാവിലെ ഇങ്ങനെ ഈശോ ഒരു കാര്യം പറഞ്ഞു തന്നു. മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പറയുമോ എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്തു പെട്ടെന്ന് പാപം ചെയ്തു പോകുന്നതിന്റെ കാര്യം എന്താണ്? ദുരാശ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? സത്യത്തിൽ നിലനിൽക്കാൻ പെടുന്ന പാടാണ് പാപത്തിലേക്ക് നയിക്കുക. പിന്നെ വേറെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ലോകമോഹങ്ങള്. പിന്നെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മൈൻഡിൽ സാധാരണ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പാപത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്നത്? സാഹചര്യം, പിന്നെ പ്രലോഭനം. ഓക്കെ, എന്തായാലും ഇതിന്റെയൊക്കെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് ഇല്ലാതാകും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാല് ദൈവവിചാരം നഷ്ടപ്പെട്ടു പോയ അപ്പത്തന്നെ നമ്മ പാപത്തിൽ വീഴും. സിമ്പിൾ അല്ലേ? നമ്മള് വലിയ ഞാൻ എപ്പോഴും നിങ്ങളോട് വളരെ സിമ്പിളായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഞാൻ സംസാരിക്കുന്നതല്ലാന്ന് എനിക്ക് നല്ല 100% ഉറപ്പുണ്ട്. കാരണം ഇത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ഇടയിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്, അല്ലേ? ഞാൻ എന്തെങ്കിലും ഭയങ്കര കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഇന്ന് വരെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാം വളരെ സോഫ്റ്റും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇന്ന് രാവിലെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ഓർത്തപ്പോഴേക്കും ഈശോയെ, മനുഷ്യർ എന്തേ ഇങ്ങനെ തുടങ്ങുന്ന ഒരു ചിന്തയും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഓർത്തു കഴിഞ്ഞപ്പോഴേ ഈശോ പറഞ്ഞു, പാപം ചെയ്യുന്നത് എങ്ങനെയാ മോളെ എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ തന്നെ എന്റെ മനസ്സിലേക്ക് വന്ന കാര്യം തന്നെ ഈശോയും പറഞ്ഞത്, ദൈവത്തെ മറന്നു പോകുന്നത് കൊണ്ടാണ്, ദൈവവിചാരം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. അപ്പോ ഈശോ പറഞ്ഞു തന്നത്, എന്നെ മറന്നു പോകുന്നത് കൊണ്ടാണ് അവർ പാപം ചെയ്തു പോകുന്നത്. മനസ്സിലായോ? അല്ലേ? ദൈവത്തെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് പാപം ചെയ്യാൻ തോന്നോ? ഇല്ല. നമ്മളിപ്പോ ഒരു വ്യക്തിയോട് മോശം വാക്ക് പറഞ്ഞു, അത് ചിലപ്പോ സാഹചര്യത്തിന്റെ നാച്ചുറൽ ആയിരുന്ന അവസ്ഥയായിരിക്കാം. പക്ഷെ ആ സെക്കൻഡ് തന്നെ നമുക്ക്
തിരുത്താനായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ഉള്ളിന്റെ ബൂസ്റ്റപ്പ് അതെ ആയിരിക്കും. ഇല്ല, അതെ അതെ ഭയങ്കര ബൂസ്റ്റപ്പ് അതെ ആയിരിക്കും. എന്തായാലും നീ 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 എന്താ പറഞ്ഞത്, നിനക്ക് അങ്ങനെ പറയാൻ പറ്റിയ വാക്കാണോ? ഇങ്ങനെ 100 വിഷമങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് പെരുകും അല്ലെ? അപ്പൊ ആ തന്നെ ഉണ്ട്. നമുക്ക് സെക്കൻഡ് തന്നെ നമുക്ക് അതിനെ കുറിച്ച് വേദനയും വിഷമവും അനുതാപവും വരും. അത് ചിലപ്പോ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറിയണമെന്നില്ല. പക്ഷെ ഉള്ളിൽ നടക്കുന്ന പരിവർത്തനം, ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സിങ് ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. ദൈവം അറിയുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഉം വിചാരം നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് നമുക്ക് തീയെ തൊടുമ്പോ നമുക്ക് പൊള്ളുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട്. അതെ അല്ലേ? അതെ ഇല്ലേ? അതെ സെൻസേഷന് ആ കുഴപ്പമുണ്ട്. അതെ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നമുക്ക് 100% ഉറപ്പാണ്. ഇപ്പൊ നമുക്ക് തണുപ്പുമ്മ പിടിക്കുമ്പോ നമുക്ക് ഒരു വികാരവും ഇല്ല, അല്ലെങ്കിൽ തണുക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്തോ പ്രശ്നം ശരീരത്തിനുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെയാണ് നമ്മുടെ ഹൃദയത്തില് ദൈവമില്ല എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് പാപ സാഹചര്യങ്ങളുടെ മുമ്പിൽ നമുക്ക് എന്ത് ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു ആത്മീയ ആരോഗ്യം നഷ്ടപ്പെട്ടെന്ന് പോയതിന്റെ ഒരു അടിസ്ഥാന കാരണം ദൈവവിചാരം നമുക്ക് അറിയാതെ നഷ്ടപ്പെട്ടു. എക്സ്ക്യൂസ്, ദൈവത്തിന്റെ മുമ്പിൽ എക്സ്ക്യൂസ്, ഭയങ്കര എക്സ്ക്യൂസ്. ഏറ്റവും കൂടുതൽ എക്സ്ക്യൂസ് കേൾക്കുന്ന അത് ദൈവത്തിന്റെ കാതുകൾക്കല്ല, ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ എക്സ്ക്യൂസ് വെക്കുന്നത് അല്ലേ? അതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നിത്യജീവിതത്തില് എന്തെല്ലാം എക്സ്ക്യൂസ് ആണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ ഇപ്പോ ഒരു ഓഫീസിൽ ചെന്നു, അവിടെ പഞ്ച്വൽ ആണ്, എക്സ്ക്യൂസ് ഇല്ല, നോ എക്സ്ക്യൂസ് അല്ലേ? അതെ അതെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൊടുക്കുന്ന എക്സ്ക്യൂസുകൾക്ക് എണ്ണം വല്ലതും ഉണ്ടോ? പക്ഷെ ഭൗതിക ജീവിതത്തിൽ എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും ഇല്ലേ? നിങ്ങൾ അതെ ആലോചിച്ച് നോക്കിയേ, സിമ്പിൾ അല്ലേ? നമ്മള് ഈ വലിയ വലിയ ശാസ്ത്രീയമായ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. നമ്മൾ കുറച്ച് കുഞ്ഞായി നമുക്ക് താഴത്തേക്ക് ഇറങ്ങുമ്പോ ദൈവം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. കാരണം ഈ ഉള്ളിലിരിക്കുന്ന ആളെ നമ്മൾ അറിയുന്നില്ലെങ്കിൽ ആണ് നമുക്ക് അപകടം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സാധ്യത. അല്ല, ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഈശോ പറഞ്ഞു ഇങ്ങനെ ദാനധർമ്മത്തെ കുറിച്ചൊരു വാക്കും കൂടിയുള്ള ഒരു വചനമാണ് തന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് ആർക്കെങ്കിലും, അതായത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. അതായത് ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കാൻ പോകുമ്പോ അയ്യോ ആ പണി ചെയ്തില്ലല്ലോ, ഈ പണി ചെയ്തില്ലല്ലോ, കർത്താവേ അതും കൂടി ചെയ്തിട്ട് ഞാൻ ഇരിക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് 10:30 ആയപ്പോഴേക്ക് എനിക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യം വന്നു. അപ്പൊ പിന്നെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ തന്നെ രാവിലെ വേണമെങ്കിൽ എനിക്ക് എന്റെ ശരീരവും മനസ്സൊന്ന് പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ തിരക്കിട്ടാണെങ്കിലും കുറച്ചു നേരം ഇരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ രാവിലെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു. അപ്പോ അതൊന്നും ആ ഒരു കാര്യം എന്നെ ഓർപ്പിച്ചു തന്നു. പിന്നെ അതുമല്ല, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. അപ്പൊ ഇന്ന് ഞാൻ ബാങ്കിൽ പോയപ്പോഴേക്കും എനിക്ക് ആ വാക്ക് എനിക്ക് ഉപകാരപ്പെട്ടു. കാരണം ഞാൻ വിചാരിച്ചു ഞാൻ പോകുന്ന വഴിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ദൈവം സാഹചര്യം ഒരുക്കുന്നുണ്ടാവായിരിക്കാം. അപ്പൊ ഞാനത് ശ്രദ്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താ ദാനധർമ്മം എന്ന് പറയുമ്പോൾ ആരെങ്കിലും നമ്മുടെ മുമ്പിൽ ഭിക്ഷക്കാരായിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര സൗജന്യമായിട്ട് നമ്മൾ ഔദാര്യം കാണിക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ ഇന്ന് കടന്നു പോകും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒന്നും ആയിരുന്നില്ല, വേറൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ എന്റെ ആ സാഹചര്യം ബാങ്കിൽ ചെന്നപ്പോഴേക്കും എനിക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം വന്നു. അപ്പോ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനായിരുന്നു. അപ്പൊ അവർക്ക് അത്ര അറിവില്ല. അപ്പൊ എനിക്കാണെങ്കിൽ എന്താണ്, ആദ്യം എനിക്കൊരു മടി തോന്നി. അപ്പൊ എന്റെ ഫോം അല്ല, അവരുടെ ഉത്തരവാദിത്വമാണ്, അവരത് ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു എന്റെ ഒരു എന്താ അങ്ങനെ ഒരു ചിന്തയില് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തേക്ക് ഒരു താല്പര്യമില്ല അത് എഴുതാനായിട്ട്. സ്വന്തം കാര്യം പോലും ഒരാളുടെ ഇപ്പൊ നമ്മളിപ്പോ ബാങ്കിലൊക്കെ പോയാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയാനൊക്കെ ശ്രമിക്കണം അല്ലെ? ഞാനൊക്കെ ഞാനൊന്നും അധികം ബാങ്കിലൊന്നും പോയില്ല. പക്ഷെ ഇപ്പൊ പോയി ഓരോ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോ ഒത്തിരി ഇതും കൂടി അത്യാവശ്യം. ഇപ്പൊ എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾക്ക് അറിയാനുള്ള ഒരു ശ്രമം ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എവിടെ ചെന്നാലും നമുക്ക് ഇങ്ങനെ പുറം വലിഞ്ഞിക്കേണ്ടി വരും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് തന്നെ ചെയ്യട്ടെ എന്നുള്ളതില്. പക്ഷെ ഈശോ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഞാൻ ചെയ്തു കൊടുക്കണം. അപ്പൊ എന്റെ മനസ്സിൽ വേറൊരു അവസ്ഥ അവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഈശോ എന്നോട് ഇന്ന് പറഞ്ഞ കാര്യം അപ്പൊ ഞാൻ ഓർത്തു, ദാനധർമ്മത്തിൽ
വൈമുഖ്യം കാണിക്കരുത്. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നു, ആ കർത്താവ് ഇതായിരിക്കും ചിലപ്പോ ഉദ്ദേശിച്ചത്. ദാനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു പണം മാത്രമല്ല ദൈവത്തിന്റെ മുമ്പിൽ ദാനധർമ്മം, അല്ലെ? നമ്മുടെ അറിവുകൾ ഷെയർ ചെയ്യുന്നത്, നമ്മുടെ സ്നേഹം പങ്കുവെക്കുന്നത്, നമ്മുടെ സമയം പങ്കുവെക്കുന്നത്, നമ്മുടെ കഴിവുകൾ പങ്കുവെക്കുന്നത് എല്ലാം ഒരു ദാനധർമ്മമാണ്. അപ്പൊ നമ്മളതെല്ലാം അവിടെ ഹെഡ് വെയിറ്റ് ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പക്ഷെ സ്വീകരിക്കുന്നവർക്കും കൂടി ഒരു മനോഭാവം വേണം. ഞാൻ ഈ നമ്മുടെ ഫുഡ് ചാരിറ്റിയില് ഞാൻ എല്ലാ കാര്യം നിങ്ങളോട് ഫ്രാങ്കായിട്ട് പറഞ്ഞതിന്റെ കാര്യം, നമ്മള് ലോകത്തില് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത്, ഈശോ ഞാൻ ഈ ഫുഡ് ചാരിറ്റി ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഈ 40 മണിക്കൂർ ഈശോ വിശപ്പും ദാഹവും സഹിച്ച് സഞ്ചരിച്ച് വെയിലും ചൂടും തണുപ്പും എല്ലാം അനുഭവിച്ച് യാത്രാക്ഷീണത്തിന്റെ ഇടയിൽ 40 മണിക്കൂറോളം ഒരാളുടെ അടുത്തോട്ട് കടന്നു വന്നു. ആരായിരുന്നു? അറിയോ? 40 മണിക്കൂറോളം സഞ്ചരിച്ച് ഒരു സ്ത്രീയുടെ അടുത്തേക്ക് വന്നു. ആരായിരുന്നു? സമരിയാക്കാരുടെ അടുത്തോട്ട് വന്നു, അല്ലേ? നമുക്കിപ്പോ 1 മണിക്കൂർ പോലും സഞ്ചരിച്ച് നമുക്ക് ഒരാളുടെ അടുത്തോട്ട് ചെല്ലാൻ മടിയാ. അത്രയും ദൂരം പോണ്ടേ? ഇപ്പൊ അത് കാരണം നമ്മള് ഫോണിൽ കൂടി കാര്യങ്ങൾ നടത്തും, അല്ലേ? അല്ലെ? അപ്പോ നമുക്ക് ഈ 1 മണിക്കൂർ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ സ്നേഹത്തോടെ ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, ചിലവര് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് പോകുമ്പോഴേക്കും എന്താ, നമ്മൾക്കിപ്പോ അവരുടെ റെസ്പോൺസ്, അവരുടെ മുഖത്തുള്ള റെസ്പോൺസ് കാണുമ്പോ ഇവർക്കൊന്നും അർഹതയില്ല എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കും. കാരണം അത്രയും വില കുറഞ്ഞ ചിന്തയോടെ വാങ്ങിക്കുന്നവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. പക്ഷേ ചിലവരുടെ കൈകളിലേക്ക് ഈ ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോണ്ടല്ലോ, അവര് സ്തുതി പറഞ്ഞ് അനുഗ്രഹിച്ച്, അതുപോലെ അവര് ഭയങ്കര കണ്ണ് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടെ ഈശോയുടെ കയ്യിലേക്ക് ആ ഫുഡ് കൊടുക്കുന്നൊരു അനുഭവമാണ്. ഞാൻ വിചാരിച്ചു, എന്തിനിങ്ങനെ കഷ്ടപ്പെടണ്ടല്ലോ, അല്ലാതെ വേറെ എന്തെങ്കിലും സോഴ്സ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു, വേണ്ട, ചിലപ്പോ നമ്മൾ കൊടുക്കുന്ന 50 പേരില് ചിലപ്പോ ഈ ഒരാള് നമ്മുടെ ഫുഡിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരാൾക്ക് വേണ്ടിയായിരിക്കാം ഈ 49 പേരും, അല്ലെങ്കിൽ അത്രയും അങ്ങനെ എല്ലാവരും അങ്ങനെ ഇല്ല എങ്കിലും പലരുടെയും ആ ഒരു റെസ്പോൺസ് കാണുമ്പോൾ നമുക്കൊരു അത് തോന്നും. ഇത്രയും ദാരിദ്ര്യവും ദുരിതവും അവസ്ഥയിലാണെങ്കിലും ഒരു ഒരു എളിമയില്ലാത്തൊരു മനോഭാവത്തോടു കൂടിയാണ് വാങ്ങിക്കുന്നത്. എന്തോ നമ്മള് കാശ് പേ ചെയ്ത് കൊടുത്താൽ പോലെ ചിലവർക്ക് ഭയങ്കര അഹങ്കാരം. എന്ന പോലെ ഇത് വെറുതെ വാങ്ങിക്കുന്ന ഫുഡിന് പോലെ അഹങ്കാരത്തോടുകൂടി വാങ്ങിച്ചു പോകുന്നവരുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാനും ഉള്ളത് വേണ്ടിയാണ്. എങ്കിലും ഇതിന്റെ ഇടയിൽ വളരെ വേദനയോടും വിശപ്പോടും ദാരിദ്ര്യത്തോടും കൂടെ ഇതിന്റെ ഇടയിൽ ഭയങ്കരമായ വിഷമങ്ങൾ കൂടി കടന്നു പോകുന്നവരും ഈ ഒരാളെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോ, അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തെ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ കണ്ടിട്ടായിരിക്കാം കർത്താവ് നമ്മളെ ഇത്രയും ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുപോകണം. പറയണ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. അത്രയും പേരുടെ ഇടയിലേക്ക് പോകുന്നത് ചിലപ്പോ ഈ ഒരു വ്യക്തിയുടെ വേദനയും വിശപ്പും ദാരിദ്ര്യവും സങ്കടവും കണ്ടിട്ടായിരിക്കാം, അല്ലെ? ദൈവം അത്ര വൈഡായിട്ട് ചിന്തിക്കുന്ന ആളാ, അല്ലെ? അതുകൊണ്ടാണല്ലോ ഞാൻ അപ്പോഴും നമുക്ക്, ഞാൻ ഓർമ്മ, ദൈവമേ 40 മണി, നമുക്ക് ഇവിടുന്ന് എറണാകുളത്ത് ചെല്ലാൻ വണ്ടിക്കാണെങ്കിൽ ഒരു 15 മിനിറ്റേ ഉള്ളൂ ടൗണിലേക്ക് എത്താനായിട്ട്. പക്ഷെ ഈശോ പോയത് കാൽനടയാണ്. കാൽനടന്ന് മലയാറ്റൂര് ഇപ്പൊ നമുക്ക് പോകുന്നുണ്ട് ആളുകള്, അതൊരു നിയോഗം പോലെ നിറച്ച പോലെ. ഇവിടെ ഈശോ അവിടുത്തെ കാലം എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന വെയിലുണ്ട്, അതുപോലെ തണുപ്പുണ്ട്, വിശപ്പുണ്ട്, അല്ലേ? ഇത്രയും പേരുണ്ട്, കൂടെ ഇത്രയും ആളുകളുണ്ട്. അവരപ്പോ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ പരിപാടി കാണിച്ചത് ഈശോ. സ്ത്രീകളായിട്ട് വലിയ സമ്പർക്കവും ഇല്ലാത്ത ഈശോയുടെ മുമ്പില് സമരിയക്കാരിയെ, അല്ലെ? ഈശോയുടെ ഹൃദയത്തില് എത്രമാത്രം ഈശോ എവിടെയോ ദൂരെ ആയിരുന്ന ഈശോ സമരിയക്കാരി നട്ടുച്ചയ്ക്ക് വരുന്ന സമയം അറിയാലോ, മറ്റുള്ളവരുടെ സാന്നിധ്യമില്ലാത്ത സമയം, മറ്റുള്ളവരുമായിട്ടൊരു സമ്പർക്കമില്ലാത്തൊരു സ്ത്രീ ആയിരുന്നു. കാരണം അപമാനിക്കപ്പെട്ടൊരു ജീവിതം, മറ്റുള്ളവരാൽ തഴയപ്പെട്ടൊരു ജീവിതം, അവഗണിക്കപ്പെട്ട ജീവിതം. അതുകൊണ്ട് ജനസമൂഹത്തെ കാണാൻ പറ്റാത്ത സമയത്ത് നട്ടുച്ച നേരത്താണ് അവള് കിണറിന്റെ അരിയിലേക്ക് വരുന്നത്. അപ്പൊ ഇതെല്ലാം അറിയുന്ന ഒരാളാണ്
ഈശോ. ഈശോ അല്ലെ. അതെ. അങ്ങനെ ഒരുപാട്, അതായത് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈശോ സ്പെഷ്യലൈസ് ആണ് അല്ലെ. ഈശോ അത് നമുക്ക് സ്പെഷ്യലൈസ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അത്ര അറിയാൻ പറ്റാത്തത്. നമ്മൾ ആ സ്പെഷ്യലൈസേഷൻ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനെ കുറിച്ചും ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തെ കുറിച്ച് ചിന്തിക്കും അല്ലെ. അതെ. എല്ലാ കാര്യം ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തെ കുറിച്ച് ചിന്തിക്കും. ഇപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം, ആഗ്രഹിക്കാം, ആവശ്യപ്പെടാം. പക്ഷെ ഇതിന്റെ മുകളിൽ കർത്താവെ അങ്ങേക്ക് ഓക്കെ ആണോ അല്ലെ. നമ്മുടെ ഭാഷയിൽ ചോദിച്ചാൽ മതി. അതിന് വലിയ സന്യാസികളുടെ സന്യാസ ജീവിതത്തിൽ കൂടി തന്നെ നമ്മൾ ഈശോയോട് നമ്മൾ എന്താണ്, നമ്മൾ കുട്ടിയാണോ, കുട്ടിയുടെ സംസാരം മതി. യുവാവാണ്, ആ ഏതവസ്ഥയാണോ, പിന്നെ വയസ്സായ ആൾക്കാർ കൊച്ചുങ്ങളായാലും കർത്താവ് നീ എന്താ കൊച്ചുങ്ങളെ പോലെ സംസാരിക്കാന്ന് ചോദിക്കൂല കർത്താവ് അല്ലെ. ചോദിക്കോ? ആ, ഈശോയ്ക്ക് അവന്റെ ഹൃദയം അല്ലെങ്കിൽ അവളുടെ ഹൃദയമാണ് പ്രാധാന്യം. അപ്പൊ ഇതാണ് മറിയത്തിന് ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ സന്തോഷത്തിന്റെ നിറവിൽ അല്ലെങ്കിൽ ആനന്ദത്തിന്റെ നിറവിലായിരുന്നു മറിയമായിരുന്നത്. നമുക്കിന്ന് ഈശോ നൽകുന്ന തിരുവചന ഭാഗം, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുക. ഫിലിപ്പി 4:4 എപ്പോഴും സന്തോഷിക്കുക. അതായത് ഈ മറിയം ആഗ്രഹിച്ച വചനത്തിന്റെ ആ ഒരു കാര്യം തന്നെ. അതായത് എന്താണ്, അമ്മയുടെ ഹൃദയം ദൈവത്തിൽ നിരന്തരം കർത്താവിൽ ആനന്ദിച്ചു. ആ വചനം ഫിലിപ്പിയർ 4:4 പറയുന്നത് തന്നെയാണ്. നിങ്ങൾ എപ്പോഴും ആരിൽ സന്തോഷിക്കാനാ പറയണത്? നമ്മുടെ കർത്താവിൽ. അത് എവിടെയാണെങ്കിലും ഇപ്പൊ ചില നമ്മള് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അതേപോലെ തന്നെയാണ് ജൈറസിന്റെ മകൾ എന്ന് പറഞ്ഞാല് അത്യാവശ്യം സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു വ്യക്തിയുടെ മകളാണ് അല്ലെ. അതുകൊണ്ടാണ് ഈശോയെ അങ്ങനെ വിളിക്കാനായിട്ട് ആളുകളെ പറഞ്ഞു വിട്ടത് അല്ലെ. അപ്പൊ ജൈറോസിന്റെ മകള് മരിക്കാറായി, ഒന്ന് വന്ന് അവളെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ ആളുകളെ പറഞ്ഞു വിട്ടതാണ്. അപ്പൊ ഈശോ അവിടേക്ക് പോകുന്ന വഴിയിലാണ് എന്ത് സംഭവിച്ചത്? എന്ത് വേറെ സൗഖ്യം കൊണ്ട് സംഭവിച്ചു? രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവം സൗഖ്യപ്പെട്ടു അല്ലെ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞ ജൈറോസിനല്ലേ ഈശോ സൗഖ്യപ്പെടുത്താൻ പോയത് അല്ലെ. ടൈമിംഗ് ആണ് നമുക്ക് പ്രധാനം, ദൈവത്തിന്റെ ടൈമിങ് അല്ലെ. ഭയങ്കര പഞ്ചലാണ്. ഒരാൾ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അപ്പൊ മറ്റൊരാള് അവിടെ വേറൊരു കാര്യത്തിന് വേണ്ടി വിളിക്കുന്നു. പോകുന്ന വഴിയിൽ ടൈമിങ്ങില് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം അല്ലെ. വേറൊരു സമയത്താണ് ജെറോസിന്റെ മകളെ കാണാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോ ഈ രക്തസ്രാവക്കാരിക്ക് ഈശോയുടെ വസ്ത്രത്തില് തൊടാനുള്ള അവസരം ചിലപ്പോ കിട്ടാൻ സാധ്യതയില്ല അല്ലെ. അല്ലെ, അതാ ടൈമിങ്ങില് അതാണ്. അപ്പോ പോകുന്ന വഴിയില് കൂടി ജെറോസിന്റെ മകളെ അത് കഴിഞ്ഞിട്ട് ജെറോസിന്റെ മകളെ അനുഗ്രഹം. പക്ഷെ അതിനു മുമ്പ് അടിച്ചു മാറ്റിയത് രക്തസ്രാവക്കാരിയാണ് അനുഗ്രഹം പ്രാപിച്ചത് അല്ലെ. അല്ലെ. അപ്പോ ഈ സന്തോഷം എന്ന് പറഞ്ഞാല് നമുക്ക് ദൈവം അനുവദിക്കുന്ന സമയങ്ങളിൽ. അപ്പൊ ഈശോയ്ക്ക് അറിഞ്ഞൂടെ ഈ വ്യക്തി എന്താണ് 12 വർഷത്തോളം ഈ രക്തസ്രാവപ്പെടുച്ചതാണെന്ന് അല്ലെ, എല്ലാം അറിയാവുന്ന വ്യക്തിയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നതിന് മുമ്പൊന്നും ഇവരെ ഒന്ന് സഹായിക്കാഞ്ഞത്? അവളുടെ കാലാവധി കഴിഞ്ഞു, ആ സഹനത്തിന്റെ എക്സ്പയർ ഡേറ്റ് എടുത്തിരുന്നു. അതുകൊണ്ടാണ് ആ വഴിക്ക് പോയത് അല്ലേ. ഒരു സഹനത്തിനൊരു കാലയളവുണ്ട് അല്ലെ. നമ്മളിപ്പോ ചിലവരുടെ സഹനത്തിന് കാലയളവില്ലാത്തത് ഒരു സ്പെഷ്യലൈസ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. മനസ്സിലായോ? ചിലവരുടെ ഈ കഴിഞ്ഞ ദിവസം ഒരു അയനയോ ഒരു പെൺകുട്ടി മരിച്ചു. വളരെ യുവജനങ്ങളുടെ ഇടയിലൊക്കെ ഒത്തിരി ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. പക്ഷെ ഭയങ്കര ഒരു ഗ്ലോറി ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അത്. നമ്മുടെ അഞ്ജനയുടെ പോലത്തെ ഒരു ജീവിതമായി. പക്ഷെ അഞ്ജനയുടെ ആ ഒരു മുറിവുകൾ വളരെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഈ കുഞ്ഞ് അങ്ങനെയൊന്നും ആയിരുന്നില്ലെങ്കിലും അവള് ചെറുപ്പം മുതലേ തന്നെ
ഈശോയുമായിട്ട് സ്നേഹിച്ചപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, ഈശോയോട് സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ രോഗവും ദുരിതവും എല്ലാമാണ്. പക്ഷെ ഇവരുടെ ഉള്ളില് ഈ രോഗത്തിന്റെയും ദുരിതത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ ഇവരെന്നെ എടുത്തു മാറ്റാൻ പറ്റാത്ത വിധം എന്തോ ഒരു സംഭവം കർത്താവ് അറ്റാച്ച് ചെയ്തു അല്ലെ. ഒരു സിസ്റ്റർ മരിച്ചു കഴിഞ്ഞപ്പോ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ രാജ്യക്കാരി തന്നെയാണ്. പേര് മറന്നുപോയി. ഞാനും ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ മരിക്കുമ്പോ ഞാൻ രോഗിയായിട്ടാണോ മരിക്കണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ മരിച്ചാലും എനിക്ക് ഇതുപോലെ ഒന്ന് ചിരിച്ചു മരിച്ച് പോകാൻ എന്നെ സഹായിക്കുമോ എന്നിങ്ങനെ ചോദിച്ചായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു ചിരിച്ചുകൊണ്ട് അർജന്റീനക്കാരിയല്ലേ? കണ്ടിട്ടുണ്ട്. അതുപോലെ എന്താ സ്വപ്നം കണ്ട് കിടക്കുന്ന പോലത്തെ ഒരു ഫീല് മാത്രം. മരിച്ചു കിടക്കുന്ന നമുക്ക് ആർക്കും തോന്നില്ല അല്ലെ. അവരതുപോലെ സഹിച്ചാണ് ആ സാധനങ്ങളുടെ ഇടയിലും അവരുടെ മുഖത്ത് ഇത്രയും വിഷമമുള്ള ഒരു വ്യക്തി ആയിരുന്നോ എന്ന് അവരെ ചികിത്സിച്ചവർക്ക് മാത്രമേ അറിഞ്ഞൂട് അല്ലെ. ലോകം അറിഞ്ഞത് എങ്ങനെയാണ്? ഇവരുടെ പുഞ്ചിരിയിൽ കൂടിയാണ് അത്രയും വൈറലായത് അല്ലെ. ഓരോ മനുഷ്യര് രോഗികളായി മരിക്കുന്നു, പക്ഷെ ഇവരുടെ ആ രോഗത്തിന്റെ മുമ്പില് അവരുടെ ആനന്ദം സ്വർഗീയമായതുകൊണ്ട് ലോകം മുഴുവനിലേക്ക് എത്തി അല്ലേ. മരണത്തിന്റെ മുമ്പിലും പുഞ്ചിരിയോടുകൂടെ, അത് ഈശോയെ മുഖാഭിമുഖം കണ്ടപ്പോഴായിരിക്കാം ചിലപ്പോ ആ വിശുദ്ധ പുഞ്ചിരി കൊണ്ട്, സന്തോഷം കൊണ്ട് ഹൃദയം തുടിച്ച്, അതായത് നമ്മളെ ഭയങ്കര ആനന്ദത്തോടുകൂടെ പുഞ്ചിരിക്കുന്ന ഒരു ഫീലല്ലേ. എപ്പോഴാണ്? മരിച്ച സമയത്താണ് നോക്കണം. അതും മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ അങ്ങനെ ചിരിക്കാൻ പറ്റും അല്ലേ? ചിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന്റെ ഉള്ളില് ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഒരാളുണ്ട്. ആ ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. അതാണ് നിങ്ങളാണ് എന്റെ ആലയം. ഈ ആലയം നിങ്ങളാണെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന വചനം ഉണ്ടല്ലോ, നിങ്ങളാണ് എന്റെ ആലയം. ഏത് വചനമുണ്ട്? 1 കൊറിന്തോസിന്റെ 7 പരിശുദ്ധ 1 കൊരിന്ത്യസ് 3, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. 1 കൊരിന്ത്യൻസ് 3-ാമത്തെ അധ്യായത്തിലെ 16, 17 വാക്യങ്ങളാണ്. അത് നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ നോമ്പുകാല ചിന്തകളില് അന്നേരം ഇതുപോലെ ഒരു ചിന്ത തന്നത്, നമുക്ക് സ്വന്തമായിട്ട് ശരീരവും ഇല്ല ആത്മാവും ഇല്ല. ആരാ തന്നത്? ദൈവം തന്നതാണ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും രോഗം വന്നാലോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ദുർവിനിയോഗം ചെയ്താലോ ആരാ ഉത്തരവാദി? ദൈവമാണോ? ആരും ഉത്തരവാദി? നമ്മളാ ഉത്തരവാദി. കാരണം നമ്മുടെ കയ്യില് സൂക്ഷിപ്പുകാരാണ്. ഇപ്പൊ നമ്മളൊരു വസ്തു, വിലപിടിപ്പുള്ളൊരു വസ്തു നമ്മൾക്ക് വിശ്വസ്തതയുള്ള, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു. നമ്മൾ സമയമാകുമ്പോ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി വന്നു, അതിന് പരിക്ക് പറ്റി, അതില് ആ വസ്തുവിന്റെ യഥാർത്ഥ രൂപവും ഭാവവും ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു. നമുക്ക് സന്തോഷം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും? എല്ലാം ഉണ്ടാവും അല്ലേ. സന്തോഷം ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. പിന്നെ ഇവര് വഞ്ചിച്ചല്ലോ എന്നുള്ള ഒരു വലിയൊരു മുറിവും നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊരു ലോകത്തിൽ നശിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു വസ്തുവുമാണെങ്കിൽ ഈ ശരീരത്തിന്റെ അവസ്ഥ വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ദൈവം നമ്മുടെ ശരീരത്തിന്റെ കാര്യസ്ഥരായിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്, അല്ലാണ്ട് ഉടമസ്ഥരായിട്ടല്ല. ആണോ? അല്ല. ഉറപ്പല്ലേ? നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾക്ക് വിശ്വസ്തത വേണമെങ്കിൽ നല്ലൊരു കാര്യസ്ഥരായിട്ട് നമ്മൾ ശരീരത്തോട് ആയിരിക്കണം
അല്ലേ? അതെ. കാരണം എന്താ, ഇതിന്റെ ഉള്ളിൽ ഒരാളുണ്ടല്ലേ. നമ്മള് സക്രാരിയുടെ മുമ്പിലേക്ക് പോകുമ്പോ നമ്മള് എന്തുദ്ദേശിച്ചിട്ടാണ് കുമ്പിടുന്നത്? അവിടെ ഈശോയുണ്ടെന്ന്, അല്ലേ? ഉണ്ട്. അതെ. ആ ഈശോ എന്റെ ഉള്ളിൽ ഒരു സക്രാരി ഉണ്ട്. അതെ, എന്റെ ആത്മാവിന്റെ ഉള്ളില് എന്റെ ഉള്ളില്, അതായത് ഞാനൊരു ധ്യാനം കൂടി, അതായത് ഒരു വരദാനങ്ങളുടെ ഒരു ധ്യാനമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതിനുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അവിടുന്ന് ബസ് കയറിയത് ഫോർട്ട് കൊച്ചിയോ മട്ടാഞ്ചേരിയോ അവിടെ എങ്ങാണ്ടുമായിരുന്നു. ഒരു 3 ദിവസത്തെ എന്തായാലും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ബസ്സിന് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഒരു അർളിക്ക് ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരു ഫീല്. എന്റെ ഒരു തോന്നലാണ്. ഞാൻ പുറകെ തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നില്ല, പക്ഷെ എനിക്ക് ഉള്ളിൽ അത് ഫീൽ ചെയ്യുന്നു. ഞാൻ പോകുന്ന വഴികളിലൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പൊ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇത്ര നേരം കേട്ടത് വിശ്വസിക്കണ്ടേ, എന്റെ ഉള്ളില് ഇയാളുണ്ട്. നമ്മളെപ്പോഴും കാണുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്, നമ്മളുടെ കൂടെ ഉണ്ടെന്ന്, നമ്മൾ ദൈവത്തിന്റെ അതേ രൂപത്തിലും ഭാവത്തിലും തന്നെ അല്ലേ? നമ്മള് ഈശോയെ എഴുന്നള്ളിച്ച് വെക്കുന്ന അരളിക്കയുടെ ഉള്ളില് ഈശോയുടെ സാന്നിധ്യം ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈശോ ഒരു മനുഷ്യനായിട്ട് നമ്മുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ചിലപ്പോ ചില ആളുകൾ നല്ല വിശുദ്ധിയിലൊക്കെ ജീവിച്ച കുഞ്ഞു അതായത് ഹോളി സ്പിരിറ്റിനെ വിശ്വസിക്കുന്ന യുവജനങ്ങളുടെ ഇടയിലൊക്കെ അതുകൊണ്ട്. അതുപോലെ ഏഞ്ചൽ ഗാർഡിയനിലൊക്കെ വിശ്വസിക്കുന്ന, അതായത് കൂടെ ഒരാളുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഫീച്ചറിൽ കണ്ടതാണ്, കൂടെ രണ്ടുപേര് പോവാണ്. അപ്പോ അവിടെ ഒരു കടയിൽ ഒരാള് എന്റെ ഇന്ന് കൂടെ വന്നില്ല, കൂടെ ഉള്ള ആളെ കണ്ടില്ലല്ലോ എന്ന്. അപ്പൊ ആരാണെന്ന്, അപ്പൊ ഇയാൾ എപ്പോഴും ഒറ്റ, ഈ പെങ്കൊച്ച അങ്ങോട്ട് ആരോ കുറെ നാൾക്ക് മുമ്പ് വായിച്ചാണ്. അതായത് കാവൽമാലാഖയുടെ കുറിച്ചുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അവര് പറയണു, എന്റെ കൂടെ ഇന്ന് വരെയിട്ട് ആരും ഉണ്ടായിട്ടില്ല, ഞാൻ ഒറ്റക്കാണല്ലോ വരണേ. പക്ഷെ ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളെ പോലെ തന്നെ ഒരാള് ഇതിൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ കൂടെ ആരാണ് ഈ മാലാഖയെ വിടണമെന്നുണ്ടെങ്കിൽ ദൈവം അനുവദിക്കണം, അല്ലേ? അതായത് ഈ മാലാഖമാരുടെ പേരിന്റെ കൂടെ ഒരു ദൈവം എന്നുണ്ട്. എന്റെ കാവൽ മാലാഖയുടെ പേരിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കരുണയുടെയും കൃപയുടെയും ദൈവം. കരുണയുടെയും കൃപയുടെയും ദൈവം. എല്ലാ മാലാഖമാരുടെ പേരിന്റെ കൂടെ ദൈവം എന്നുണ്ട്. കാരണം ആ ഒരു അരൂപിയാണത്. മനസ്സിലായോ? അതായത് കരുണയുടെയും കൃപയുടെയും ദൈവം എന്നാണ് എന്റെ കാവൽ മാലാഖയുടെ പേര്. അങ്ങനെ എല്ലാവരുടെയും, ഞാൻ എന്റെ കാവൽ മാലാഖയുടെ പേര് എനിക്കറിയില്ല, പക്ഷെ ഈ അർത്ഥം ഇതാണ്, കരുണയുടെയും കൃപയുടെയും മാലാഖ എന്നാണ് എന്റെ കാവൽ മാലാഖയുടെ ദൈവം എന്നാണ്. അപ്പോ എന്താണ്, ഈ ദൈവത്തിന്റെ പ്രസൻസ് ആണ്, അല്ലേ? അതെ. അപ്പോ എന്റെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം എന്നെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്നത് എന്തിലേക്കാണ്? സന്തോഷത്തിലേക്കാണ്, ആനന്ദത്തിലേക്കാണ്, അല്ലേ? ആണോ? അപ്പൊ ഈശോ പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങള് എപ്പോഴും എവിടെ സന്തോഷിക്കണം എന്ന് പറയണത്? ദൈവത്തിൽ സന്തോഷിക്കാനായിട്ട് നമുക്ക് പറ്റാത്തതിന്റെ കാര്യം, നമ്മുടെ ഉള്ളിൽ ആളില്ല, ആൾവാസമില്ല, കാലിയാണ്, അല്ലേ? അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു, ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട, പ്രാർത്ഥനയിലൂടെയും, അതായത് ഫിലിപ്പിയർ 4:5-6 ഞാൻ വായിക്കുന്നത്, ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. അപ്പൊ ദൈവസന്നിധിയിൽ അർപ്പിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ദൈവവിചാരം വേണം, അല്ലേ? ഞാൻ ദൈവത്തിന്റെ മുമ്പിലാണ് ഇത് കൊടുക്കണേ എന്നുള്ള ബോധ്യം വേണം. ദൈവത്തിന്റെ മുമ്പിലാണെന്ന് പറയുമ്പോൾ എന്താണ്? ഈ സർവസൃഷ്ട പ്രപഞ്ചത്തിന്റെ ദൈവം, ശക്തി, നാഥൻ, അധികാരി, ആ ശക്തിയുടെ മുമ്പിലാണ് ഇത് അർപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ വെച്ച് ദൈവത്തെ എങ്ങനെ ഡെഫിനേഷൻ തന്നാലും നമ്മൾ ഒരു ചെവി കൂടി കേട്ട് അപ്പുറത്തെ ചെവി കൂടി പോകും, അത്രേ ഉള്ളൂ. നമുക്ക് പറ്റുന്നില്ല ആ ദൈവികമായ മൂല്യതയും മഹത്വവും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പതിയാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ദൈവവിചാരത്തിന്റെ ആ മഹത്വത്തിന്റെ ഉന്നതിയിൽ നമ്മുടെ ഹൃദയം ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കാത്തത്, അല്ലെ? അതുകൊണ്ടാണ് പ്രാർത്ഥനയിലൂടെ ആകുലപ്പെടുന്നതിന്റെ കാര്യം എന്താണ്?
നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടെങ്കിൽ ആകുലത കുറയും. അല്ലേ? അതെ കുറയോ? അതെ കുറയും. ആ, ദൈവം ഉണ്ടെന്ന് അറിയുന്ന ആ സമയം നമുക്ക് കുറയും. ദൈവം ഇല്ലാന്ന് തോന്നുന്ന കാര്യം ദൈവവിചാരം കുറയുമ്പോഴാണ്. ദൈവവിചാരം കുറയുമ്പോ നമ്മുടെ എനർജികളൊക്കെ ശോ- നഷ്ടപ്പെട്ടു. ഇല്ലാതെ എന്നുള്ള അവസ്ഥയിൽ ദൈവവിചാരം കുറയുമ്പോൾ നെഗറ്റീവ് നമ്മുടെ എനർജി ആയി മാറും. അല്ലേ? അതെ ആത്മാവിന്റെ അപ്പൊ ബലം നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് എല്ലാം നിരാശയുടെ അവസ്ഥയാവും. നെഗറ്റീവ് എനർജി ആദ്യം കൊണ്ടുവന്ന് വരുന്ന ഫ്രൂട്ട് എന്താണ്? നിരാശയാണ്. നിരാശ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ഫലത്തിന്റെ ഒന്നാമത്തെ ഫലമാണ് നിരാശ. അപ്പൊ ഇത് നമ്മൾ അറിയണം. നമ്മുടെ ഉള്ളിൽ സന്തോഷം നഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്താണ്? ദൈവവിചാരം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്താ പറയണത്? നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ, സന്തോഷിക്കുവിൻ, ഇടപെടാതെ സന്തോഷിക്കുവിൻ. ഈ ഇടപെടാതെ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നാട്ടുകാരെ കാണിച്ച് സന്തോഷിക്കുമ്പോൾ വട്ടാന്ന് പറയും. ഉള്ളിലിരിക്കുന്ന ആളോട് നമ്മളെല്ലാ കാര്യങ്ങളും തുറന്ന ഹൃദയത്തോടുകൂടി ആയിരുന്നാൽ മതി. അല്ലെങ്കിൽ നമുക്ക് വട്ടാന്ന് പറഞ്ഞ് പലരും അതും പറഞ്ഞ് നമ്മൾ അപമാനിച്ച്, അത് നമ്മൾ വിവേകത്തോടും ആയിരിക്കണം. കർത്താവ് പറയണത് എന്താണ്? സർപ്പത്തെ പോലെ വിവേകികളും പ്രാവിനെ പോലെ നിഷ്കളങ്കരും ആയിരിക്കുക. അപ്പൊ അത് എല്ലാം ഉള്ളില് നടക്കേണ്ടത്. പുറത്ത് കാണിച്ച് നമ്മളെ വല്ല സെല്ലിലും കൊണ്ടിടും. അകത്ത് മാത്രം നടന്നാൽ മതി കാര്യങ്ങളെല്ലാം. അതിനുള്ള ഒരു അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു എന്താണല്ലേ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രമാത്രം വലിയ ഒരു നിറവാണ് അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അമ്മയുടെ ആനന്ദം ഒരു മനുഷ്യനും ഇന്ന് വരെ തകർക്കാൻ പറ്റാത്ത വിധത്തിൽ ഉയർന്ന് ഗോപുരം പോലെ നിൽക്കുന്നത്. ആ ഒരു തിരിച്ചറിവോടുകൂടെ അമ്മയുടെ ആ പരിശുദ്ധമായ സ്നേഹത്തോട് ഒട്ടിച്ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഞങ്ങൾക്കായി കാനുസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങേ